പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിനം കൂടെ കർത്താവ് നമുക്ക് ധാരാളമായി നൽകി തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഗ്രൂപ്പിലൂടെ ദൈവജനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ദിനത്തിൻ്റെ അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. എൻ്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനോ എൻ്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ ജനം നിനക്ക് മനഃപൂർവ്വമായി തന്നിരിക്കുന്നു. ഞാൻ സന്തോഷത്തോടെ കണ്ടുവരിക്കുന്നു. ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദാവീദ് രാജാവിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അദ്ദേഹം വെറും ഒരു ആട്ടിടയനിൽ നിന്ന് ഇസ്രായേലിന്റെ സിംഹാസനത്തിലേക്ക് ഉയർന്നത് ഒരു അസാധാരണമായ ദൈവിക ഇടപെടലിൽ കൂടിയായിരുന്നു. താൻ ബാലനായിരുന്നപ്പോൾ കരടിയും സിംഹവും ഒക്കെയും തന്റെ നേർക്ക് നിറന്നു. അതിനുശേഷം ശൗലിന്റെ വാളും ഫെലിസ്തീനരുടെ പടയോട്ടങ്ങളൊക്കെ ദാവീദിനെ തകർക്കാനായി ശ്രമിച്ചു. എന്നാൽ ഫെലിസ്തീർ പലപ്പോഴും ദാവീദ് തങ്ങളുടെ ശത്രുവായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത്. തന്റെ ഭരണകാലത്ത് എത്രയോ യുദ്ധങ്ങൾ ദാവീദിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം, അപകടകരമായ സാഹചര്യങ്ങളെല്ലാം തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴൊക്കെ തന്നെ കാത്തു പരിപാലന സർവശക്തനായ ദൈവത്തിന്റെ ഒരു പരിപാലനം തന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് താൻ ജീവനോടെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. 140 വയസ്സുള്ളപ്പോഴാണ് ദാവീദ് മരിക്കുന്നത്. 40 വർഷം യഹൂദയ്ക്കും 7 വർഷം ഇസ്രായേലിന് താൻ രാജാവായി ഇരുന്നു. ധനവും മാനവും ദീർഘായുസും ഒക്കെ അനുഭവിച്ച് മരിച്ച ദാവീദ് തൻ്റെ വിജയത്തിൻ്റെ രഹസ്യം താൻ ഒരിക്കലും മറച്ചു വെച്ചത് മറ്റൊന്നുമായിരുന്നില്ല, തൻ്റെ ഹൃദയ പരമാർത്ഥതയായിരുന്നു. നമുക്കറിയാം, ദാവീദിൻ്റെ ഓരോ വാക്യശകലങ്ങളും നമ്മളെ ഏവരെയും വളരെ ചിന്തിപ്പിക്കുന്നതാണ്. ഒരു താഴ്വര കൂടി നടന്നു പോയപ്പോഴൊക്കെയും തനിക്ക് കൂട്ടായി കർത്താവിൻ്റെ കരുതലും സംരക്ഷണവും ഓരോ ദിനവും തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മയൊക്കെ വളരെ ആഴമായി ചിന്തിപ്പിക്കുന്ന, ഏറെ ബലപ്പെടുന്ന ദൈവവചന ഭാഗങ്ങളാണല്ലോ ഇവയൊക്കെയും. സ്വാഭാവികമായിട്ടും പദവികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രത്യേകിച്ചും മനുഷ്യന്റെ ഹൃദയത്തിന് നിഗളവും അഹങ്കാരവും ഒക്കെ കൂടി വരാറുണ്ട്. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ താൻ എവിടെ നിന്നാണോ വന്നത് അവിടെ മറക്കാതെ തൻ്റെ ഉയർച്ചയ്ക്കും ശക്തിക്കും കാരണം ഏക സത്യ ദൈവമായ ദൈവം മാത്രമാണെന്നുള്ള തിരിച്ചറിവ് തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് മാത്രമാണ് പിന്നത്തെ ദാവീദ് അനുഗ്രഹിക്കപ്പെടുവാനായി ഇടയായി തീർന്നത്. ഓരോ മനുഷ്യൻ്റെയും കൂടപ്പിറപ്പാണ് നിഗളവും അഹങ്കാരവും. നമുക്ക് ശക്തിയും ബലവും എല്ലാം നൽകുന്നത് നമ്മുടെ ദൈവം തമ്പുരാൻ മാത്രമാണ്. നമുക്ക് മറ്റാരിലും ആശ്രയിപ്പല്ല. നമ്മുടെ കഴിവിലോ നമുക്കൊന്നും പുകഴുവാനും ഇല്ല, പ്രശംസിപ്പാനും ഇല്ല. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഈ 1 ദിനവൃത്താന്തം 29-15 മുകളിലോട്ടുള്ള വാക്യങ്ങൾ ചിന്തിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ പ്രകാരം കാണുന്നുണ്ട്. ഭൂമിയിൽ മനുഷ്യന്റെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ, യാതൊരു സ്ഥിരതയുമില്ല എന്ന് ദാവീദ് അവിടെ എടുത്തു പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നമുക്ക് പുകഴുവാനായിട്ട് ഒന്നും തന്നെയില്ല. ദാവീദിനെപ്പോഴും നമ്മളും പലപ്പോഴും ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവരാണ്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും കടബാധ്യതകളും ഞെരുക്കങ്ങളും രോഗങ്ങളും ഒന്നുമില്ലാത്തവരായി ഈ ലോകത്തിൽ ആരും തന്നെ, പ്രത്യേകിച്ച് ഈ നാളുകൾ പലപ്പോഴും പല പ്രതിസന്ധിയിൽ കൂടിയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. രോഗത്തിന്റെ ക്ഷീണാവസ്ഥകൾ നമ്മെ ഏവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിലൊക്കെ അനേക ഭാരങ്ങളും കഷ്ടതകളൊക്കെയും നമ്മൾ നേരിടുന്നുണ്ട്. സാമ്പത്തികമായി ഏറെ പ്രതിസന്ധിയിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ആളുകളുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും സമയങ്ങളിലും എല്ലാം നമ്മുടെ മനസ്സിൽ ഇനി എന്ത് സംഭവിക്കും, എന്ത് ഭവിക്കും എന്നുള്ളൊരു ഭയമാണ് നമ്മെ ഏവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ആമേൻ. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന് 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രകാരം കാണുന്നുണ്ട്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും. ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെടും. നമ്മെ ഏവരെയും സന്തോഷിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വേദശകലമാണ് നാം വായിച്ചു കേട്ടു. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. അതെ, എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും തുറന്നു പറയാനായിട്ട് കഴിയുകയില്ല, അല്ലേ? നമ്മൾ പറയും, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, ഉറ്റ സുഹൃത്തുക്കൾ ഒക്കെ നമുക്കുണ്ട്.
അവരോടൊക്കെ നമ്മുടെ പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നാൽ പലപ്പോഴും പലതും ആരോടും ഷെയർ ചെയ്യാൻ കഴിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞെരുപ്പോട് പോലെ നീറുന്ന പല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകൾ ഇന്ന് ഈ ദൈവവചനം ശ്രമിക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. മറ്റുള്ളവർ അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ നാം അവരെ അറിയാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു പറയേണ്ടത്, അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ അറിയിക്കാൻ പാടുള്ളൂ. ഒരു പക്ഷേങ്കിൽ നമ്മൾ നമ്മുടെ പരമാർത്ഥ ഹൃദയത്തോടു കൂടി നമ്മൾ അവരോട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പണായിട്ട് നമ്മൾ സംസാരിക്കും. പക്ഷേ അവരത് ഏത് രീതിയിലാണ് എടുക്കുന്നത്, അത് ഏത് അർത്ഥത്തിലാണ് എടുക്കുന്നത് പോലും ഒരു പക്ഷേ നാം ചിന്തിക്കുന്നുണ്ടാവില്ല. പലപ്പോഴും നാം തുറന്നു പറയുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ അത് ദോഷമായി ഭവിക്കാറുണ്ട്. അവരെ ഒരു പക്ഷേ അത് തെറ്റായിട്ടായിരിക്കും അവർ വ്യാഖ്യാനം. ഇവിടെ കേട്ട കാര്യങ്ങൾ ചിലപ്പോൾ അപ്പുറത്ത് ചെന്ന് പറയുന്ന സാഹചര്യങ്ങൾ, അതുപോലെ നമുക്ക് പലപ്പോഴും നമുക്ക് മാനസികമായ ഭാരങ്ങളും പലപ്പോഴും നമുക്ക് ദോഷവും ഉണ്ടായേക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. മാത്രമല്ല അത് നമുക്ക് എതിരായി പോലും വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭാരങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് സർവശക്തനായ ദൈവത്തോട് നമ്മുടെ ഭാരങ്ങൾ നമുക്ക് ഇറക്കി വെക്കുവാനായിട്ട് ആ ദൈവത്തിൽ ആശ്രയിച്ച് മാത്രം നമുക്ക് ഓരോ ദിവസവും മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ വാതിൽ നാം ദൈവത്തിനെ തുറന്നു കൊടുക്കുകയാണെങ്കിൽ ഏത് സാഹചര്യത്തിൽ കൂടി ഏത് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോയാലും ആ പ്രാർത്ഥനയുടെ വാതിൽ നാം ഒന്ന് തുറന്നു കൊടുത്ത് നമ്മുടെ ഉള്ളിൽ സമാധാനം നൽകിത്തരും. സാഹചര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു കൊള്ളട്ടെ, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ദൈവിക സമാധാനം നിലനിർത്താൻ ആ പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അത്ര പ്രാർത്ഥനയ്ക്ക് വളരെ ഘനമേറിയതാണ് നമ്മുടെ പ്രാർത്ഥന. അത്രയ്ക്ക് ആഴമേറിയതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക്. ശക്തിയുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക്. എല്ലാ പ്രതിസന്ധിയിലും ഏത് ഭാരത്തിലും നാം പോയാലും അവിടെയെല്ലാം നാം മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് ഒരു അസാധാരണമായ ദൈവപ്രവർത്തി നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മെ ഒരു അസാധാരണമായ വഴിയിൽ കൂടി കർത്താവ് നമ്മെ നടത്തുവാൻ ഇടയായിത്തീരും. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ പാരമ്പര്യമോ സമ്പത്തോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്, മറിച്ച് ആട്ടിടയനായിരുന്ന ദാവീദിനെ തിരഞ്ഞെടുത്ത ഈ ദൈവം നമ്മെയും നമ്മുടെ ഹൃദയത്തെയാണ് കർത്താവ് നമ്മെ ശോധന ചെയ്യുക. നമ്മെ അത്ഭുതകരമായിട്ട് ദിനംതോറും ആ വഴി നടത്തുവാൻ ഇടയായിത്തീരും. നമ്മൾ പരമാർത്ഥതയോടെ പെരുമാറുമ്പോൾ അദൃശ്യനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൃശ്യമായ അത്ഭുത പ്രവർത്തികൾ തീർച്ചയായും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. ലോകം തരുന്ന സമാധാനം സാഹചര്യങ്ങളെ ആശ്രയിച്ചാണെങ്കിൽ ദൈവം നൽകിത്തരുന്ന സമാധാനം അവിടുത്തെ സാന്നിധ്യത്തെ ആശ്രയിച്ചാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ദാവീദ് ഇത്രയേറെ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായത് തൻ്റെ മിടുക്കും കഴിവും മൂലമാണ് എന്ന് എങ്ങും താൻ പറഞ്ഞിട്ടില്ല. എന്നാൽ മറിച്ച് ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നത് ദൈവമാണ് എന്ന് എത്ര തവണ ദാവീദ് തൻ്റെ ജീവിതത്തിൽ പറഞ്ഞു. ഇന്ന് പകൽക്കാലം ഈ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് പറയുവാൻ കഴിയും, നിങ്ങൾ ഇത്രത്തോളം എത്തിച്ചത്, നിങ്ങൾ ഇവിടം വരെ കൊണ്ടുവന്നത് നിങ്ങൾ സേവിക്കുന്ന ഏകസത്യ ദൈവമായ ആ ദൈവം മാത്രമാണ് എന്ന് നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം പറയാൻ കഴിയും. പലപ്പോഴും നിങ്ങൾ മറുത്ത് ചിന്തിച്ചിട്ടില്ലേ, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നു എന്ന്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചു പോയിരിക്കുന്ന സാഹചര്യങ്ങൾ ഇന്നലെ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഒരു പക്ഷെങ്കിൽ നാം പലപ്പോഴും ഭാരപ്പെട്ടു പോകുമ്പോഴും ദാവീദിനെ ഇപ്രകാരം നടത്തിയ ദൈവം, ഇപ്രകാരം കൊണ്ടുപോയ ദൈവം, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ എന്ന് മുന്നോട്ട് നമുക്ക് ചിന്തിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുമോ? ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾ ഒരുവൻ്റെ മേലുണ്ടെങ്കിൽ മറ്റുള്ളവരെ അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള വിജയങ്ങളും അനുഗ്രഹങ്ങളും ആ വ്യക്തിക്ക് ലഭിക്കുന്ന വേണ്ടിയായി സ്തോത്രം. ദൈവം നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നാം താണിരിപ്പീൻ എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. ഒരു ആട്ടിടനായി നടന്ന ദാവീദിനെ ഒരിക്കലും താനോ മറ്റുള്ളവരാരും കരുതിയതല്ല ഒരു രാജസിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേലിനെ ഭരിക്കുമെന്ന് ആരും ചിന്തിച്ചിട്ടല്ല. സഹോദരന്മാർ പോലും തന്നെ എതിർത്ത സാഹചര്യത്തിലാണെങ്കിൽ പോലും തന്നെ ദൈവം ഉയർത്തുവാൻ തക്കണ്ടിയായി. എന്നാൽ ഏതൊരു മനുഷ്യനെയും ഉയർത്തണമെന്ന് ദൈവം തീരുമാനിച്ച് ആ തീരുമാനത്തിന് തടസ്സം നിൽക്കുക മറ്റാർക്കും കഴിയുകയില്ല. ശത്രുവായവൻ പലപ്പോഴും പല പദ്ധതികൾ ഒരുക്കി നമ്മെ തകർത്ത് കളയാൻ ശ്രമിക്കുമായിരിക്കാം. എന്നാൽ ഒരു പ്രാർത്ഥനയുടെ പിൻബലം, ഒരു പ്രാർത്ഥനയുടെ ശക്തി നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ മറ്റാർക്കും നമ്മെ തടസ്സപ്പെടുത്തുവാനോ മറ്റാർക്കും നമ്മെ നശിപ്പിക്കാനോ ഒരിക്കലും കഴിയുകയില്ല. കുടുംബ ശ്രേഷ്ഠതയോ വിദ്യാഭ്യാസ യോഗ്യതകളോ സമ്പത്തോ ഒന്നും നമുക്കില്ലായിരിക്കാം, ഒരു യോഗ്യതകളോ നമുക്ക് പറയാൻ പോലും ഇല്ലായിരിക്കാം. എന്നാൽ നാം പരമാർത്ഥ ഹൃദയത്തോടുകൂടെ ദൈവത്തെ സേവിക്കുന്നെങ്കിൽ, പരമാർത്ഥ ഹൃദയത്തോടുകൂടി
കൂടി ദൈവത്തിൽ ആശ്രയിക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മെ അത്ഭുതങ്ങൾ കാണിക്കുക, നമ്മെ തേടി അനുഗ്രഹങ്ങൾ നമ്മുടെ അടുക്കിലേക്ക് കടന്നിടയായിത്തീരും. സാഹചര്യങ്ങൾ എന്തെന്നെയായിരുന്നാലും സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവിക സമാധാനത്തിൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും കാക്കും. അതുകൊണ്ട് ആകെ പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുന്ന നമ്മെ ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാമോ? പരമാർത്ഥ ഹൃദയത്തോടെ കർത്താവിനെ സേവിച്ച് അനുഗ്രഹങ്ങളെ നന്മകളെ പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറി ഈ നല്ല പ്രഭാതകാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദാവീദ് പലവിധമായ പ്രതിസന്ധിയിൽ കൂടി പ്രയാസം കൂടി കടന്നുപോയ സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ അസാധാരണമായ കരം തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും കർത്താവിന്റെ കരം കൂടെ തന്നെ അത്ഭുതകരമായി നടത്തിയെങ്കിൽ ഈ ദിനങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഭാരങ്ങളിലും പ്രയാസങ്ങളിൽ നിന്നൊക്കെ കർത്താവ് ഒന്ന് വിടുവിക്കുമാറാകണമേ. അങ്ങയുടെ അത്യന്ത ശക്തി ഞങ്ങളുടെ പേരോട് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് വേദനയാണോ ഭാരങ്ങൾ പ്രയാസം കൊണ്ട് കടന്നു പോകുന്നതെന്ന് സ്വർഗത്തിലപ്പന അറിയുന്നു. കർത്താവിന്റെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, കർത്താവെ, പരമാർത്ഥ ഹൃദയത്തോടെ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നത് ഹല്ലേലൂയ, സ്തോത്രം. അവിടുന്ന് അത്ഭുതകരമായി വഴി നടത്തുമാറാകണമേ. ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി തീരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെയല്ലാതെ മറ്റാരും ഞങ്ങൾക്ക് ആശ്രയിപ്പാനില്ല. കർത്താവ്, ഞങ്ങളുടെ ഒരു നിമിഷം ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ശോധന ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ ഇവിടുന്ന് കഴുകി ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ കൃപയുടെ അത്യന്ത ശക്തിയാൽ ഇവിടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിരന്തരം ജീവിപ്പാൻ ആവശ്യമായ ആത്മീക, ഭൗതിക, ശാരീരിക, മാനസിക നന്മകളെ നൽകി ഈ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവോട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടഞ്ഞു കിടക്കുന്ന വാതിലുകളൊക്കെ തുറപ്പെട്ടിട്ട് കർത്താവ് വലിയ വിശാലതയിലേക്ക് നയിക്കുമരങ്ങണമേ. ബുദ്ധിമുട്ടുകളുടെ കടന്നു പോകുന്നവരുടെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ അസാധാരണമായ കാര്യം ഇന്ന് പകൽക്കാലം കൊണ്ട് ചലിക്കുമരങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നത്. രോഗസൗഖ്യങ്ങൾ ഇവിടെ നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപയുടെ എത്തുന്ന ശക്തിയാൽ നിറച്ചാട്ട് ഞങ്ങളെ തൊഴിൽ കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ വചനഭാഗങ്ങൾ ഏറ്റവും അനുകരമായി തീരട്ടെ. അടിയനെയും ബലപ്പെട്ട് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. അതേ, നാം വായിച്ച കേട്ട പോലെ തന്നെ എൻ്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥത പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നാം ഈ കേട്ട വചനം നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹവും ബലവും ആശ്വാസവും വിടുതലുമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അവസരം ഒരുക്കി തന്ന ദൈവദാസനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരും ഇവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ.